മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, വെട്ടിമുറിച്ച മുറിവിൽ നിന്നും വീണ്ടും പൊട്ടിമുളയ്ക്കുന്ന മരങ്ങളെപ്പോലെയാവണം ഓരോ വ്യക്തിയും. എത്ര താഴ്ചയിൽ ചെന്ന് പതിച്ചാലും ഉയർത്തെഴുന്നേൽക്കാൻ പഠിക്കണം. ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കാനുള്ള ഹൃദയമുണ്ട്. പുറമെ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള മനസ്സുണ്ട്. ഭക്തരെ, ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്നും നിങ്ങൾ എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കാൻ ശ്രമിക്കുക. കാരണം അവർ എപ്പോഴും നിങ്ങളെ തെറ്റുകാരനാക്കാൻ ശ്രമിക്കും. ഭക്തരെ, കർമ്മത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അർഹിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കു വേണ്ടിയും ചിലതൊക്കെ ചെയ്യണം. നിങ്ങൾക്കു വേണ്ടിയും അല്പസമയം മാറ്റിവെക്കണം. നിങ്ങൾക്കു വേണ്ടിയും ജീവിക്കണം. ഉരുകിയാൽ മാത്രം പോരാ, നിങ്ങളിലെ പ്രകാശം ആസ്വദിക്കുകയും ചെയ്യണം. ആളുകൾ പ്രധാനമായും മറ്റുള്ളവരെ തരം താഴ്ത്തുന്നത് അസൂയ കൊണ്ടും അപകർഷതാബോധം കൊണ്ടുമാണ്. നിങ്ങൾ അവരെക്കാൾ കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുന്നതും അവരെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്നതും കൊണ്ടാണ് തരം താഴ്ത്തലുകൾ നടക്കുന്നത്. ഭക്തരെ, അകന്നു പോകാൻ ആഗ്രഹിക്കുന്നവരോട് കാരണങ്ങൾ ചോദിക്കരുത്. അവരെ അതിന് അനുവദിക്കുക. കാരണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് ഇല്ലെങ്കിൽ പോലും അവർക്ക് നിങ്ങളറിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ടാകും. ഒരുപാട് തവണ വാക്കു തരുന്നവരെയും എപ്പോഴും സത്യം ചെയ്യുന്നവരെയും വിശ്വസിക്കരുത്. അത് പാലിക്കുന്നവരൊന്നും വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കാറില്ല. ഭക്തരെ, ജീവിതത്തിൽ പലരും ഒന്നുമില്ലാതെ കടന്നു പോകുന്നു. അതിനാൽ നിങ്ങളുടെ കൈവശമുള്ളതിനെ ചേർത്ത് പിടിക്കുക. അതിൽ നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങളെക്കാൾ മനോഹരമായി സ്നേഹിക്കാൻ കഴിയുന്ന മറ്റൊരാളും ഈ ഭൂമിയിലില്ല. ഭക്തരെ, നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണ് തുറന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോട് കൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. മനസ്സമാധാനം അവിടെ മാത്രമായിരിക്കും. ജീവിതത്തിൽ 2 നിയമങ്ങൾ പാലിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. 2. സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരെ അനാവശ്യമായി ഇടപെടുത്താതിരിക്കുക. ഭക്തരെ, എന്ത് സംഭവിച്ചാലും മുന്നോട്ട് ജീവിക്കുമെന്ന ദൃഢനിശ്ചയം ഓരോ നിമിഷവും വളർത്തിയെടുക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.